ഹലോ സ്റ്റുഡൻസ്, +1 കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങൾ അക്കൗണ്ടൻസി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പം പഠിച്ചു വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ബേസിക് ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ചാപ്റ്റർ പഠിച്ചു, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു, മേ ബി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 പഠിച്ചു, അതായത് ബേസിക് ആയിരുന്നു, ജേണൽ എൻട്രി ആയിരുന്നു, ലെഡ്ജർ ആയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി പ്രോബ്ലം സൈഡ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണ്. മേ ബി അത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 ആയിരിക്കോട്ടെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് പോലുള്ള, പർച്ചേസ് ബുക്ക് പോലുള്ള, അല്ലെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ചാപ്റ്റർ പഠിക്കാൻ നിൽക്കുന്നു, ഡിപ്രീസിയേഷൻ ചാപ്റ്റർ പഠിക്കാൻ നിൽക്കുന്നു, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ നിൽക്കും. ഇങ്ങനെ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത് പ്രോബ്ലം സൈഡാണ്. ഒരുപാട് ഉത്തരങ്ങൾ വരേണ്ടതാണ്, കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരങ്ങൾ വരേണ്ടതാണ്. ഒരു പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ല, അതായത് ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ട സമയമായി. ഇക്കഴിഞ്ഞ ചാപ്റ്റേഴ്സ് പഠിച്ച പോലെയല്ല ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. പഠിക്കേണ്ട രീതിയിൽ മാറ്റം വരുത്തണം. തീർച്ചയായും നമ്മളൊരു സ്റ്റഡി അല്ലെങ്കിൽ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു കഴിയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കറിയാം വ്യത്യസ്തമായ പ്രോബ്ലംസാണ് വരുന്നത്. നമുക്കറിയാം സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരുന്നുണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് വരുന്നുണ്ട്, പർച്ചേസ് ബുക്ക് വരുന്നുണ്ട്, സെയിൽസ് ബുക്ക് വരുന്നുണ്ട്, റിട്ടേൺസ് ബുക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോബ്ലംസ് ആണ് ഇവിടെയുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ പ്രോബ്ലം പേപ്പേഴ്സ്, പ്രോബ്ലം സൈഡുകൾ അല്ലെങ്കിൽ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് മക്കളൊരു ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ മിസ്റ്റേക്സ് വന്നേക്കാം. ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ട്രിക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രീതി, സ്ട്രാറ്റജി ഇങ്ങനെയാണ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ആ പ്രോബ്ലംസ് നോട്ട്ബുക്കിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ക്ലാസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരു പക്ഷേ ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രം പോരാ, നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, ആ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ തരുന്ന പ്രോബ്ലംസിന് പുറമേ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നു. അതിനുശേഷം മേ ബി നിങ്ങൾ ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര തവണ ഏത് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം, പ്രാക്ടീസ് ചെയ്ത് വെക്കണം. ആ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. സാർ പറഞ്ഞ 2ാം സെഷനാണ്. ഒന്നാമത്തേത് നമ്മൾ ക്ലാസ് റൂമിൽ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നു, ആ ടൈപ്പ് പ്രോബ്ലംസ് കുറേ വർക്കൗട്ട് ചെയ്യുന്നു, ഹോംവർക്കുകൾ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ടൈപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മുൻകാല ചോദ്യങ്ങളിൽ, അതായത് പബ്ലിക് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഈ സമയങ്ങളിൽ ആ ചോദ്യം എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് അത് പ്രാക്ടീസ് ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് തീർച്ചയായും നിങ്ങൾ നോക്കണം. ഒരു സെൽഫ് അനാലിസിസ് നടത്തണം. അവിടെ കഴിഞ്ഞില്ല. അതിനുശേഷം മക്കൾ ചെയ്യേണ്ട കാര്യം, തീർച്ചയായും NCERT ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പല കുട്ടികളും ഒരുപക്ഷെ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടാവാം. ആ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താൽ മാത്രം പോരാ, NCERT ടെക്സ്റ്റ് ബുക്കിന്റെ എക്സസൈസ് സൈഡിൽ, അതായത് എക്സസൈസ് സൈഡിൽ നമുക്കറിയാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഹെഡിങ് ഉണ്ട്. ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ഹെഡിങ്ങിന് താഴെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായ ഓർഡറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയായിരിക്കും നിങ്ങൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ ആ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾ ക്ലാസ് റൂമിൽ വർക്കൗട്ട് ചെയ്യുന്നു, നിങ്ങൾ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു, അതിനുശേഷം NCERTയിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. ധാരാളം ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്കത് അവൈലബിൾ ആവും? പേടിക്കേണ്ട ആവശ്യമില്ല. NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പോയാൽ മതി, അതിന്റെ ബ്രാക്കറ്റിൽ അതിന് ആൻസർ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. PDF അവൈലബിൾ, ഓരോ ചാപ്റ്റേഴ്സിന്റെയും PDF അവൈലബിൾ ആണ്. ആ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ആ പാഠത്തിന്റെ അവസാന ഭാഗം മാത്രം പ്രിന്റ് എടുത്താൽ മതി. കാരണം പ്രിന്റിംഗ് കോസ്റ്റ് നമുക്കറിയാം. അതുകൊണ്ട് ആ പാഠത്തിന്റെ, ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗം, ന്യൂമറിക്കൽ ക്വസ്റ്റിന്റെ ഭാഗം മാക്സിമം പോയി കഴിഞ്ഞാൽ 4 or 5 പേജ് മാത്രമേ ഉണ്ടാവൂ. ആ പേജെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രിന്റ് എടുക്കണം. ഒരിക്കലും നിങ്ങളത് നോക്കിയിട്ട് PDF നോക്കിയിട്ട് പ്രോബ്ലം ചെയ്യാൻ പാടില്ല. അത് പ്രിന്റ് എടുത്ത് അത് ഫയൽ ചെയ്ത് അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒരിക്കലും നമുക്ക് അക്കൗണ്ടൻസിക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. എല്ലാത്തിനും നമുക്ക് ആൻസർ കിട്ടിയിരിക്കണം. അതൊരു റോങ് ആൻസർ ആവരുത്. ഇത്തരത്തിൽ തിയറി വിട്ട് കഴിഞ്ഞ് പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം, മസ്റ്റാണ്. ക്ലാസ് റൂമിലെ പ്രോബ്ലം, സെക്കൻഡ് വൺ നമ്മളത് നേരെ പ്രീവിയസ് പ്രോബ്ലം ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് NCERT ക്വസ്റ്റ്യൻസ്. പലരും ആ NCERT ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല. തീർച്ചയായും അത് പ്രാക്ടീസ് ചെയ്യണം, എക്സ്ട്രാ ടൈം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും, ഏത് ചാപ്റ്ററിലെയും ഏത് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസും നിങ്ങൾ തറോ ആയിരിക്കും. പബ്ലിക് എക്സാമിനേഷൻ നിങ്ങളെ കുഴപ്പിക്കില്ല.